ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി കത്തിരിക്ക വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ചൂട് ചായയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കത്തിരിക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചിരിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും തന്നേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് കൂടി യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി കിടപ്പുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനായി ആദ്യം തന്നെ ഇതുപോലെ നീളത്തിൽ ഒരു 3 കത്തിരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കത്തിരിക്ക ആയതുകൊണ്ടാണ് ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. കുറച്ച് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 or 2 ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. തൂരപ്പരിപ്പാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതുമല്ലെങ്കിൽ പൊട്ടുകടല ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 സ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താലും മതി. മുഴുവനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. അടുത്തതായിട്ട് 1 സബോള ഈ ഒരു കത്തിരിക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്മി ഒരു ഒറ്റയായിട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും 2 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടതില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1/2 കപ്പിന്റെ മെഷർമെന്റ് കപ്പിൽ 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, കുറച്ച് തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. അതും ഇവിടെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പൊടികളാണ്. ഞാനിവിടെ 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ കായത്തിന്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഇതുപോലെ കൈകൊണ്ടൊന്ന് നുള്ളി എണ്ണയിലേക്ക് ഇടുന്ന പരുവത്തിലാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ മതിയായിട്ടുണ്ട്. വേറെ വെള്ളം വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ പരുവം. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതുപോലെ കുറച്ചായിട്ട് നുള്ളിയെടുത്താണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ എത്ര ട്രിപ്പാണോ വേവിച്ചെടുക്കുന്നത് അത്രയും ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്താൽ എല്ലാം ഒരേ പരുവത്തിൽ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിന് എണ്ണ കുടിക്കുന്നോർത്ത് ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കത്തിരിക്ക നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ ആൾക്കാരും ഇത് കഴിച്ചോളണം എന്നില്ല. അതിൽ ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും കാണും. അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചിരിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കത്തിരിക്ക കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടി. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലെ പുതിയൊരു ഓപ്ഷൻ ഹൈപ്പ് എന്ന് പറഞ്ഞതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.